നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഭരണസമിതിയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം എനിക്കെതിരെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം പൂരപ്പാട്ട് നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഭരണസമിതിയുടെ ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഗബ്രിയേൽ തിരുമേനിയുടെ പേര് കേട്ടാൽ ഏതുറക്കത്തിലും ചാടി എഴുന്നേറ്റ് തെറി വിളിക്കുന്നവനെയൊക്കെ ആ സഭയുടെ വക്താക്കളായി തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് മാനേജിംഗ് കമ്മിറ്റിയിലും ഭദ്രാസന കൗൺസിലിലുമൊക്കെ വിട്ടിരിക്കുന്നത്. സഭയുടെ പിതാക്കന്മാരെ ബഹുമാനിക്കാത്തവന്മാരാണ്. സഭാപിതാക്കന്മാരെ കൈചൂണ്ടി ആക്ഷേപം പറയുന്നു, അവരുടെ മുഖത്ത് നോക്കി ആക്രോശിക്കുന്നു, അവരെ ചൂണ്ടുവിരലിൽ നിർത്തുന്നു. ഇതാണോ സഭയുടെ മാതൃക? ഇങ്ങനെയുള്ളവരാണോ മാനേജിംഗ് കമ്മിറ്റിയിലും കൗൺസിലിലുമൊക്കെ ഇരുന്ന് സഭയെ നയിക്കേണ്ടത്? തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, അത് സ്വാഭാവികം. അഭിപ്രായങ്ങൾ പറയാം. പണ്ടൊക്കെ മാനേജിംഗ് കമ്മിറ്റിയിലൊക്കെ തിരഞ്ഞെടുക്കുന്നത് വിവരവും വിദ്യാഭ്യാസവും അന്തസ്സും അഭിമാനവും സമൂഹത്തിൽ അംഗീകാരവും കുടുംബമഹിമയും ഒക്കെ ഉള്ള ആളുകളായിരുന്നു. അവർക്കൊക്കെ സഭയുടെ വളർച്ച മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലായിരുന്നു. മനോരമ KM മാത്യുവും പടിഞ്ഞാറേക്കര PC എബ്രഹാമും അലക്സാണ്ടർ കാരക്കലും കൊച്ചുകോശിയും ഒക്കെ ഇരുന്ന കസേരകളിലാണ് ഇപ്പോൾ വെറും കണ്ട കടച്ചാണികൾ കയറിയിരിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്നൊക്കെ മാനേജിംഗ് കമ്മിറ്റികൾ കൂടുന്നത് സഭയുടെ ആഭ്യന്തര വിഷയങ്ങളും സഭയുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനായിരുന്നു. അക്കാലത്തൊക്കെ സഭാപിതാക്കന്മാരെ ദൈവതുല്യമായി കണ്ടിരുന്നു. ഇന്നങ്ങനെയാണോ? ചിന്തിച്ചു നോക്ക്. തിരുമേനിമാരെ വിചാരണ ചെയ്യുന്ന, അവരെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന, പരസ്യമായി മുഖത്ത് നോക്കി ആക്ഷേപം പറയുന്ന, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരെ എത്തി സഭാ മാനേജിംഗ് കമ്മിറ്റി യോഗങ്ങൾ. ഇതിനാണോ വിശ്വാസികൾ ഇവരെ തെരഞ്ഞെടുത്ത് മാനേജിംഗ് കമ്മിറ്റിയിലോട്ടും ഭദ്രാസന കൗൺസിലിലോട്ടും ഒക്കെ അയക്കുന്നത്? വിശ്വാസികൾ ചിന്തിക്കുക. മാനേജിംഗ് കമ്മിറ്റിയിൽ ജയിക്കാൻ കള്ളും കവറും കൊടുക്കുന്നത് വെറുതെ അല്ല. അവർ വിജയിച്ചു വന്നാൽ സ്വന്തം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക്, അതുമല്ലെങ്കിൽ സഹോദരങ്ങൾക്ക്, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാർക്കുമോ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ജോലി, അല്ലെങ്കിൽ അഡ്മിഷൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾ, അത് നിറവേറ്റുകയാണ് ലക്ഷ്യം. ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ കാശ് പോലും കൊടുക്കാതെ കളിപ്പിച്ച് മുങ്ങി നടക്കും. അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം, പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. സ്വന്തം നാട്ടിൽ പോലും തലയിൽ മുണ്ടുമിട്ട് നടക്കുന്നവന്മാരാണ് ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ. വിശ്വാസികൾ മനസ്സിലാക്കണം. ക്ഷമിക്കണം, എല്ലാവരെയുമല്ല ഈ പറഞ്ഞത്. 99% പേരും അന്തസ്സും ആഭിജാത്യവുമുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. 1% മതിയല്ലോ പേരുദോഷമുണ്ടാക്കാൻ. അലുവ കഴിക്കാൻ നല്ലതാണ്, അതിൽ അല്പം പല്ലിക്കഷ്ടം വീണാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണിതും. ഇടമളയ്ക്കൽ സെൻറ്ററിൽ വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളുമായി ചെന്ന് വെള്ളമടിക്കുന്നത് പിടിച്ചപ്പോഴാണ് ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം ഗബ്രിയേൽ തിരുമേനിക്ക് എതിരായത്. അത് സ്വാഭാവികം. എപ്പോഴും സ്വന്തം കാര്യം നടക്കാതെ വരുമ്പോൾ എതിരാകും. വർഷങ്ങളോളം കൂടെ നടന്നിട്ട് കൃത്രിമങ്ങൾ കാണിക്കുമ്പോൾ പറഞ്ഞു വിട്ടാൽ അവരെതിരാകും. ചോദിക്കുമ്പോഴെല്ലാം സഹായിക്കും, ഒരു നാളിൽ സഹായിച്ചില്ലെങ്കിൽ അവരും എതിരാകും. അങ്ങനെയുള്ളവരാണ് ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ എതിരാളികൾ. അക്കഥ നാളെ പറയാം.